ആറ്റിറ്റ്യൂഡ് മച്ചി, ആറ്റിറ്റ്യൂഡ്. കുറെ കരാട്ടെ കിഡ്സും ഒരു കരാട്ടെ ആജി. എക്സ്ക്യൂസ് മീ, ആന്റി ആണെങ്കിലും ഇത്രയൊക്കെ പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ലേ? പല അങ്കിളുമാർ ഇവിടെ വന്ന് വെറുതെ ചായയും കുടിച്ച് കട്ടൻ കാപ്പിയും കുടിച്ചിരിക്കുന്ന പോലെ അല്ല. യെസ്, ഏതൊക്കെ നാട്ടിൽ ഞാൻ പഠിച്ചാലും ഏതൊക്കെ നാട്ടിൽ എന്നെ കെട്ടിക്കൊണ്ടു പോയാലും ഞാൻ ജനിച്ച നാടായിരിക്കും എനിക്ക് എന്നും എന്റെ നാട്. അതായത് കോട്ടയം. ഓഹോ, കോട്ടയത്തെ ചിങ്ങവനത്ത് നിന്നും അവിടുത്തെ മാർഷൽ ആർട്സ് സെന്ററിലെ പിള്ളേരും മാഷുമാണ് ഇന്ന് നമ്മുടെ എപ്പിസോഡിലെ നാട്ടുകൂട്ടം. അടിപൊളി അടിപൊളി. ഇതാണ് മാർഷൽ ആർട്സ് സെന്ററിന്റെ മാഷിന്റെ പേര് സുധീഷ്. ഹായ് സുധീഷ് മാസ്റ്റർ. മാസ്റ്റർ എന്നാണോ വിളിക്കുക ശരിക്കും, അതോ എടാ സുധീഷ് എന്ന് വിളിക്കണം? അല്ല, എത്ര പിള്ളേരുണ്ട്? അല്ല, ഞാൻ പറയട്ടെ, സാധാരണ നമ്മൾ വിചാരിക്കും ഭയങ്കര ജിം ബോഡി ഒക്കെ ആയിട്ട് സീരിയസ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ ഈ മാഷ് ഭയങ്കര കൂൾ. ആ ചിരി കണ്ടില്ല, എന്നാ ചിരിയാ. അല്ലെ, മാഷ് ഭയങ്കര ഫണ്ണാണോ നിങ്ങളുടെ സെന്ററിൽ? അതെ അതെ, ആണ്. ഡാൻസ് ഒക്കെ കളിക്കോ മാഷ്? ഡാൻസ് കളിക്കും, പാട്ടും പാടും, മിമിക്രിയും ചെയ്യും, എല്ലാം ഉണ്ട്. സെന്ററിന്റെ പേരെന്താ? ചിങ്ങവനം മനസ്സിലായി. ചിങ്ങവനം മാർഷൽ ആർട്സ് സെന്റർ തന്നെയാണ്. ചിങ്ങവനത്തുണ്ട്, ഏറ്റുമാനൂരും ഉണ്ട് നമ്മുടെ ക്ലാസ്. കുംഫു യോഗ ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു ഫെഡറേഷന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. VN വിജയൻ മാസ്റ്ററിന്റെ ശിഷ്യനാണ് ഞാൻ. എത്ര സ്റ്റുഡൻസ് ഉണ്ട് മാഷെ? സ്റ്റുഡൻസ് അവിടെ 70ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളൊരു 16 സ്കൂളുകളിൽ ക്ലാസ് എടുത്ത് വരുന്നുണ്ട്. വെരി ഗുഡ്. സ്നേഹയും ആര്യയൊക്കെ സ്കൂളിൽ സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ വരുന്നുണ്ട്, അവരും എടുക്കുന്നുണ്ട് സ്കൂളിൽ ക്ലാസ്സുകൾ. ഓക്കെ, ഈ മാർഷൽ ആർട്സ് നമ്മൾ എല്ലാവരും പറയും നമ്മൾ അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട ഒരു സംഭവമാണെന്നൊക്കെ പറഞ്ഞാലും ഇത് ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഗെയിം ലെവലിലേക്ക് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ലെവലിലേക്ക് പോകുമ്പോൾ നാഷണൽ ലെവല്, അങ്ങനെ ഒളിമ്പിക്സ് അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ പിള്ളേർ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ ലെവൽ വരെ പോയവരാണുള്ളത്? ഇവരെല്ലാവരും തന്നെ നാഷണൽ ലെവലുകൾ മെഡൽ ഇട്ടിട്ടുള്ളവരാണ്. എടുത്തു പറയേണ്ടത് ശ്രീജിത 37ാമത് നാഷണൽ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി പങ്കെടുത്തിട്ടുള്ള. പിന്നെ ദ്രോണ ആൻഡ് ശ്രീഹരി, ഇവർ രണ്ടുപേരും സൗത്ത് ഏഷ്യൻ കുംഫു ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ കരസ്ഥമാക്കിയ കുട്ടികളാണ്. പിന്നെ ദ്രോണ കഴിഞ്ഞ വർഷത്തെ ഉജ്ജ്വലബാല്യം വിന്നറാണ്. അതായത് സംസ്ഥാന സർക്കാരും വനിതാ ശിശുക്ഷേമ സമിതിയും കൊടുക്കുന്ന അവാർഡാണ് എല്ലാ വർഷവും. അത് കഴിഞ്ഞ വർഷം ദ്രോണയ്ക്കായിരുന്നു കിട്ടിയ. അതിന് മുന്നത്തെ വർഷവും നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഒരു കുട്ടിക്കായിരുന്നു കിട്ടിയ. അതുപോലെ തന്നെ നാഷണൽ ഗെയിംസിൽ ആ കുട്ടിക്ക് മെഡലും ഉണ്ടായിരുന്നു കേരളത്തിന് വേണ്ടി. വെരി ഗുഡ്. ഒരു പഞ്ചായത്ത് വേളയ്ക്ക് പോലും പിന്നെ നമ്മുടെ കൂടെയുള്ള വീട്ടമ്മയായിട്ടുള്ള ആര്യയുണ്ട്. ആര്യ കഴിഞ്ഞ സൗത്ത് ഇന്ത്യ മത്സരത്തിലും മെഡൽ കരസ്ഥമാക്കിയിരുന്നു. അസ്തേഡു അഖാഡ എന്ന് പറയുന്നത് നമ്മൾ കുംഫുവിനോടൊപ്പം തന്നെ എല്ലാ മാർഷൽ ആർട്സിനെയും ഒരുപോലെ സ്നേഹിക്കുകയും അതിൽ ഒരു പ്രത്യേക താല്പര്യം തോന്നി. ഞാൻ ബേസിക്കലി ഒരു നേഴ്സായിരുന്നു. ആ ഫീൽഡിൽ നിന്നാണ് ഞാൻ ഇതിനോടുള്ള താല്പര്യം കൊണ്ട് പാഷനെ പിന്നീട് പ്രൊഫഷനാക്കി മാറ്റിയത്. എലീന, ഒരു സംശയം മാഷേ, ഈ നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് വന്നത്, കുംഫുലേക്ക് വന്നത്, അപ്പൊ അതിന്റെ ഇടയ്ക്ക് വെച്ച് വേറെ ആരെങ്കിലും ഒന്നും ഇഞ്ചക്ഷൻ പറയാൻ സിറിഞ്ചെടുത്ത് വെച്ചിട്ട് അതിനുശേഷം പിന്നെ പണി ചെയ്തിട്ടില്ല? വർക്ക് ചെയ്തായിരുന്നു, 5 കൊല്ലം ഞാൻ വർക്ക് ചെയ്തായിരുന്നു. അപ്പൊ അതിനിടയ്ക്കും ഇത് കൂട്ടത്തിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. സുധീഷ് മാസ്റ്റർ തരുന്ന ഏറ്റവും നല്ല മെസ്സേജ് എന്താ അറിയോ? ബിക്കോസ് മെഡിക്കൽ ഫ്രറ്റേണിറ്റിന്ന് വന്നുകൊണ്ട് മൂപ്പർക്ക് അറിയാം ഹെൽത്ത് എത്ര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് മൂപ്പര് ഹെൽത്ത്, അപ്പൊ ഒരാളും ഇനി ഹോസ്പിറ്റലിൽ വരാതെ ഇരിക്കണേ എന്ന് മൂപ്പരാണ് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ. യൂഷ്വലി മെഡിക്കൽ ഫീൽഡിൽ നിന്ന് മാർഷൽ ആർട്സിന്റെ ഫീൽഡിൽ ആരും വരാറില്ല. ബിക്കോസ് ഇതൊരു പാഷൻ പോലെയാണ്. ഇതിന്റെ എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രൊഫഷൻ എങ്ങനെ മുന്നോട്ട് പോകും ആർക്കും അറിയില്ല. പക്ഷെ അതാണെങ്കിൽ നമുക്കൊരു ഗ്യാരണ്ടി മണിയാണ്. പക്ഷെ ഗുഡ് ടു പാഷൻ വഴി നിങ്ങൾ യു ആർ ഗിവിംഗ് ഗുഡ് തിങ്. ആൻഡ് വീട്ടമ്മ ഈസ് എ ബിഗ് എന്താ പറയാ, ഒരു ഇൻസ്പിറേഷൻ. ആര്യ ചെയ്യുന്ന എന്തൊക്കെയാ ചെയ്യുന്നത്? ഈ മാർഷൽ ആർട്സിൽ ഒരുപാട് സെഷൻസ് ഉണ്ടെന്ന് അറിയാം. ആര്യ എന്താ ചെയ്യുന്നത്? എന്താ കോൺസെൻട്രേറ്റ്? കുങ്ഫു പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെങ്കാക്സിലാറ്റിന് പഠിച്ച് അതിന് ഖേലോ ഇന്ത്യയിൽ ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കാൻ സാധിച്ചു. പിന്നെ അസ്തേഡു അഖാഡ ഇന്ത്യൻ മാർഷൽ ആർട്ടാണ്. അതിന്റെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ചാമ്പ്യൻഷിപ്പിലും ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതാ പറഞ്ഞ, അതാ നമുക്കും അങ്ങനെയൊക്കെയാ മനസ്സിലായി. ഇപ്പൊ ഓരോന്ന് കാണുമ്പോ മനസ്സിലാവും അവക്കാടാണോ ഓറഞ്ച് ആണോ ഇടിച്ച് പിരിയാൻ പോവാണോ എന്നുള്ളത്. ശരി മോളെ, ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കണേ, ഞങ്ങക്ക് തന്നെ 2 പെർഫോമൻസ് കാണട്ടെ ചേച്ചി. ഓഹോ, ചേട്ടാ ഇനി എന്താ പെർഫോമൻസ് ഉള്ളത്? പെർഫോമൻസ് ഇനിയും ഒരുപാടുണ്ട്. അവര് ഫ്ലിപ്പിങ്ങും കാര്യമൊക്കെ ചെയ്യുന്നതാണ്. ഇവര് ചെറിയ കുട്ടികൾ വരെ ഫ്ലിപ്പൊക്കെ അത്യാവശ്യം ചെയ്യുന്നത്. ഞാൻ പ്രാക്ടീസ് ചെയ്ത കാലത്തും എനിക്ക് ഫ്ലിപ്പ് വലിയ ക്രേസ് ആയിരുന്നു.
കുട്ടികൾക്ക് ഞാൻ അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ മാർഷൽ ആർട്സിനെ കാണുന്നത് ഇതൊരു ആർട്ടാണ്. നമുക്ക് ഈ വേദികളിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു ആർട്ട് തന്നെയാണ്. അപ്പോൾ ആ രീതിയിലും അതിനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു സ്പോർട്സാണ്. കുട്ടികൾക്ക് പലർക്കും ഇപ്പം ശ്രീജിത തന്നെ സ്പോർട്സ് കോട്ടയിലാണ് PGക്ക് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഗ്രേസ് മാർക്കും ജോബും ഒക്കെ കിട്ടുന്ന ഒരു സ്പോർട്സും കൂടാണ് മാർഷൽ ആർട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെൽഫ് ഡിഫെൻസും ഹെൽത്തും. അപ്പോൾ ഇത്രയും കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വേറൊരു ആർട്ടുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. അത്രയും ഒരു പ്രാധാന്യമുണ്ട് ഈ മാർഷൽ ആർട്സിനെല്ലാം തന്നെ. ഇത് ചെറുതിനെ പഠിച്ചാലേ പറ്റുള്ളൂ എന്നുള്ള സംഭവം ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ടോ? അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ ചെറിയ കുട്ടികളെ കൊണ്ടുവന്ന് ചേർക്കും. ചിലപ്പോൾ 3 വയസ്സ് 4 വയസ്സൊക്കെ ആയിരിക്കും. പക്ഷെ ചെറുപ്പത്തിലെ പഠിച്ചുകൊണ്ടാകുന്നില്ല, ചെറുപ്പം തൊട്ടേ പഠിച്ച് അത് എത്ര നാൾ മുന്നോട്ട് പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. ഒരു ബ്ലാക്ക് ബെൽറ്റോ അല്ല എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് എത്തിയിട്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുടെ പെർഫോമൻസ് ഒക്കെ ഡൗൺ ആവും. അപ്പം നമുക്ക് നല്ലൊരു ഇപ്പം 8th 9th 10th ആ ഒരു കാലഘട്ടത്തിലാണ്, അങ്ങനെ 8, 9, 10 +1 +2 കാലഘട്ടത്തിലെ മാർക്കുകൾക്കാണ് ഗ്രേസ് മാർക്കും ഒക്കെ ആഡ് ആകുന്നതും. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് പോലുള്ള കോഴ്സുകൾക്കൊക്കെ എടുക്കുന്നതും. സോ അപ്പം എത്ര നാൾ അവർക്കത് കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ പറ്റുമോ അതാണ് അതിലെ കാര്യം. ചെറുപ്പത്തിൽ വന്നു എന്നുള്ളത് വലിയ കാര്യമല്ല, പക്ഷെ ചെറുപ്പം തൊട്ടേ ഒരുപാട് നാൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഗുണമാണ്. മാസ്റ്റർ, ഇപ്പൊ ഈ സ്ട്രെച്ച് ചെയ്തത് എത്ര ദിവസത്തെ പ്രാക്ടീസ് ആണ്? അങ്ങനെയില്ല, നമുക്ക് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ചെറുപ്പത്തിൽ ഉണ്ടാവും. ഇതെന്റെ മോളാണ്, അപ്പൊ അവള് ജനിച്ചപ്പോ തൊട്ടേ ഇത് കണ്ടും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡയാന ഈ ഇടയ്ക്ക് ഒരു സ്റ്റണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളുടെ വണ്ടിയുടെ സ്റ്റാൻഡ് ഇടാണ്ട് വണ്ടി ഇവളുടെ കാലി വീണ് സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഞാനൊരു സിനിമയിൽ സൂപ്പർ സ്റ്റാർ കല്യാണി എന്ന് പറഞ്ഞ സിനിമയിൽ ഇത് സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പഠിച്ചിട്ടില്ലാത്തവരുടെ പ്രശ്നം എന്താന്ന് വെച്ചാല് കറക്റ്റ് നമ്മൾ ഈ സ്റ്റാൻസ് അല്ലെ മാസ്റ്റർ, സ്റ്റാൻസ് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ ഇത് ശരിക്കും ഉള്ള ഒരു സ്റ്റണ്ടായിട്ട് തോന്നില്ല. സൂപ്പർ സ്റ്റാർ കല്യാണിയെ കണിയണ്ടാണ് ഞാൻ ഇന്ന് ഉണരുന്നത്. എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലെ പോസ്റ്റർ ഇരിപ്പുണ്ട് ഒരു ഫ്ലെക്സ്. എന്നും രാവിലെ ഉറങ്ങുകയാണെങ്കിൽ ചിരിച്ചോണ്ടിരിക്കും സൂപ്പർ സ്റ്റാർ കല്യാണി. ഇനി മുതൽ നമ്മൾ അങ്ങനെയായിരിക്കും പവർ എടുക്കുന്നത്. ഇത് കളിയാക്കിയലായി വരുമോ? കുഴപ്പമൊന്നുമില്ലല്ലോ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് പറയുന്നതിന്. ഇത് നമുക്ക് തന്നൊരു ഇതല്ലേ അല്ലേ? അപ്പൊ ഒരു കാര്യം നമുക്ക് കമന്റിൽ നേരിടാം. അതെ.